ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ സർവൈവ് സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഫുള്ള് അയൺ ആർമറിലേക്കും ടൂൾസിലേക്കും നമ്മൾ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊരു നല്ല പ്രോഗ്രസ്സാണ്. അപ്പോൾ ഗൈസ്, എൻ്റെ ഫുഡ് തീർന്ന് വരികയാണ്. അപ്പോൾ നമ്മളിന്നൊരു ഫുഡ് ഫാം ഉണ്ടാക്കാൻ പോവുകയാണ്. അതായത് നമ്മളൊരു വീറ്റ് ഫാം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ താമസിക്കാതെ തന്നെ നമുക്ക് അതിലോട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിനു വേണ്ടി നമുക്ക് ഒരു ബക്കറ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു ബക്കറ്റ് ക്രാഫ്റ്റ് ചെയ്തു. ഒരു ഷിയർ കയ്യിലിരുന്നോട്ടെ. ഓക്കെ, ഈ ബക്കറ്റിൽ നമുക്കൊരു വെള്ളം എടുക്കണം. ഓക്കെ, കയ്യിൽ നമുക്കൊരു സീഡും ഉണ്ട്. നമുക്ക് പോയി വെള്ളം എടുത്തുകൊണ്ട് വരാം. കൂടെ ഇവിടുന്ന് പൊടിച്ച് സീഡും എല്ലാം കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ഒരു സീഡ് കിട്ടി. ഓക്കെ, 2 സീഡ്, 3 സീഡ്, 4 സീഡ്. ടോട്ടൽ നമ്മുടെ 5 സീഡ് എങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, സീഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, സെറ്റ്. നമുക്കങ്ങനെ ഒരു വാട്ടർ ബക്കറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഫാം എവിടെ ഉണ്ടാക്കും എന്നാണ് ഒരു പ്ലാൻ. അപ്പോൾ നമ്മുടെ ഫാംസ് എല്ലാം വരുന്നത് ഇതിൻ്റെ ബാക്കിലോട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് ബാക്കിലോട്ട് പോവാം. കുറച്ച് ബാക്കിലോട്ട് പോയിട്ട് നമുക്ക് ഇവിടുന്ന് തന്നെ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. അത്യാവശ്യം ഫ്ലാറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ബ്ലോക്ക് നമുക്കങ്ങ് മാറ്റണം. ഇവിടെ ഉണ്ടാക്കാം ഗൈസ്. നമുക്ക് ഇവിടെ ഒരു ബ്ലോക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ബ്ലോക്കല്ലേ, ഈ ബ്ലോക്ക് മാറ്റിയിട്ട് ഇവിടെ വെള്ളം ഒഴിക്കണം. എന്നിട്ട് 1, 2, 3, 4 ബ്ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. അതേപോലെ 1, 2, 3, 4. അപ്പോൾ എല്ലാ സൈഡിലും 4 ബ്ലോക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഇവിടെ. ഇനി ഇതിനെ തമ്മിലങ്ങ് കണക്ട് ചെയ്യണം. ഓക്കെ, ഇതിലൂടെ കണക്ട് ചെയ്യുമ്പോൾ ഈ ഭാഗം ഓക്കെ ആയി. ഇനി ഇതിലൂടെ കണക്ട് ചെയ്യുമ്പോൾ ഓക്കെ ആയി. ഇനി ഇതിൻ്റെ അകത്തുള്ള ബ്ലോക്കെല്ലാം അങ്ങ് മാറ്റി കൊടുത്താൽ മതി. നമ്മുടെ ഫാമിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ ഫാമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് ഇനിയും വെള്ളം ആവശ്യമുണ്ട്. ഒരു ബക്കറ്റും കൂടെ. നമുക്ക് ആ ഒരു ബക്കറ്റും കൂടെ വെള്ളം എടുത്തിട്ട് വരാം. നമുക്ക് ആ ഫാമിന് ഇച്ചിരി കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനാണ് നമ്മൾ അത്രയും ഒന്ന് വലുതാക്കുന്നത്. ഓക്കെ, ഒരു ബക്കറ്റ് കൂടെ വെള്ളം എടുത്ത് നമുക്ക് തിരിച്ചു പോകാം. പെട്ടെന്ന് തന്നെ നമുക്കൊരു ഷീപ്പ് ഫാം ഉണ്ടാക്കണം. കാരണം നമുക്ക് ഊളിൻ്റെ അത്യാവശ്യം ഈ വേൾഡിൽ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഷീപ്പ് ഫാമും ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മളങ്ങനെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരുന്നത് 1, 2, 3. ഓക്കെ, ഇവിടെ വരും. അടുത്ത വാട്ടർ ബക്കറ്റ് അന്നേരം ഇവിടെ വരും ഗൈസ്. ഓക്കെ, കറക്റ്റ് ഇവിടെ വരുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുകൂടെ ഒന്ന് ടിൽറ്റ് ചെയ്ത് കൊടുക്കാം. 4 ബ്ലോക്ക് ഇങ്ങനെ, 4 ബ്ലോക്ക് ഇങ്ങനെ, 4 ബ്ലോക്ക് ഇപ്പുറത്തോട്ട്, ഈ 4 ബ്ലോക്ക് ഇങ്ങോട്ട്. ഇനി ഇതിനെ ഫുൾ അങ്ങ് ടിൽറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജോലി തീരും. ഓക്കെ, നമ്മുടെ ഫാമിൻ്റെ സ്ട്രക്ചർ, അതായത് നമ്മൾ ഒരു വലിയ ഒരു സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പതിയെ ഇവിടെ നിന്ന് അങ്ങ് വളർന്നോളും. ഓക്കെ, നമ്മളങ്ങനെ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്തു. ഇനി നമുക്കിത് സീഡ് നടാം. നമ്മുടെ 9 സീഡേ ഇപ്പോൾ ഉള്ളൂ. കുറച്ച് സീഡ് ഇതാ ഇവിടെ തന്നെ ഇപ്പോൾ ഉണ്ട്. കുറച്ചുകൂടി എടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് 11 12 സീഡായിട്ടുണ്ട്. ഓക്കെ, ഇതങ്ങ് നട്ടു കൊടുക്കാം. എവിടെയെങ്കിലുമൊക്കെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അത് അവിടെ നിന്ന് വളർന്നോളും. അത് വളരുന്നതിനനുസരിച്ച് അത് ഫുള്ള് നമുക്ക് ലൂട്ടി കിട്ടിക്കോളും. അപ്പോൾ
നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോള് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു വീറ്റ് ഫാം ഉണ്ടാക്കി നമ്മളിതിനെ മാക്സിമം ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യും. അല്ല, ഇപ്പം തന്നെ എക്സ്റ്റെൻഡ് ചെയ്താലോ? ഇപ്പം തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാം ഗൈസ്. നമ്മുടെ ബക്കറ്റും കയ്യിലോട്ടെടുത്ത് അതാ ഒരു ഷീപ്പ് പോകുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിലെ കൂടെ പോകുമ്പോൾ നമ്മൾ ഷീപ്പിനെ 3 കിട്ടണേ. എവിടെ ഗൈസ്? 2 കിട്ടിയുള്ളൂ. ഇവൻ ഇവിടെ നിന്നോട്ടെ. ഓക്കെ, ദൂരത്ത് നിൽക്കുന്ന അവനെ കൂടെ പോയി ഷെയർ ചെയ്യും. 2 പേരുണ്ട് ഗൈസ്. ഒന്നിവൻ, അടുത്തത് ഇവൻ. ഓക്കെ, അങ്ങനെ 3 പേര് സെറ്റായിട്ടുണ്ട്. നൈറ്റ് ആവാറായി. ഇപ്പോൾ നമുക്ക് എത്രാമത്തെയോ നൈറ്റ് നമ്മളങ്ങനെ കഴിച്ചു കൂട്ടി. ഓക്കെ, സ്ലീപ്പ് ആവാൻ പറ്റത്തില്ല നമുക്ക്. അപ്പോഴത്തേക്ക് ഇവനെയും കൂടെ ഷെയർ ചെയ്തിട്ട് ഇതാ വരുന്നു. ഷെയർ. ഓക്കെ, ഇതേ അവൻ ഫുൾ വൂളായിട്ടുണ്ട്. ഇവനും പിന്നെ ഇവനെയും കൂടെ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ 15 വൂൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഉറങ്ങാം. ഓക്കെ, നമ്മളങ്ങനെ എത്രാമത്തെയോ രാത്രി കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു ബക്കറ്റും കൂടെ അത്യാവശ്യമായിട്ടുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഒരു ബക്കറ്റും കൂടെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 ബക്കറ്റായി. ഒരു ഫുൾ ബ്ലോക്ക് എടുത്തിട്ട് നമുക്ക് ഇവിടെ ഞാൻ കുറച്ച് കുഴി വെച്ചിട്ടുണ്ട്. ഇതിന് 3 ബ്ലോക്ക് സ്കിപ്പ് ചെയ്തിട്ട് വെച്ചേക്കണം. ഓക്കെ, അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് ഒരു വാട്ടർ സോഴ്സ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇവന് ഷെയർ ചെയ്യാം. നീ ഇവിടെ വെറുതേക്കണ്ട, നീയും ഷെയർ ചെയ്യാം. ഓക്കെ, നമുക്ക് പോയി വെള്ളം എടുത്തുകൊണ്ട് വരാം. 2 ബക്കറ്റ് ഉണ്ട്. 2 ബക്കറ്റിലും വെള്ളം എടുത്തുകൊണ്ട് വരാം. 1 2 ഓക്കെ, 2 ബക്കറ്റിലും വെള്ളമായി. അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് ഫുൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഇത്ര എക്സ്റ്റെൻഡ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ പകുതി വളർന്നോട്ടെ. അപ്പോൾ നമുക്ക് ഇനിയൊരു കാര്യം ചെയ്യാനുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ കുറച്ച് ഫെൻസ് ഗേറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് അതിൻ്റെ ചുറ്റിനും കുറച്ച് വെക്കാനാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, കാണാൻ കുറച്ച് കൊള്ളായിരുന്നു. മതി. നമ്മളുണ്ടാക്കുന്ന ബിൽഡിനൊക്കെ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഒരു ഭംഗി നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും നമുക്ക് ഇതുകൂടെ ചെയ്യാം. ഓക്കെ, ചുമ്മാ ഇവിടെ വെച്ചൊന്ന് പോയിട്ട് ഇതങ്ങ് ഫുള്ള് ഫിക്സ് ചെയ്താൽ മതി. ഓക്കെ, അതവിടെ ഇരുന്നോട്ടെ. ഇതും കൂടെ കറക്കി ഇങ്ങനെ വെക്കുമ്പം ഇവിടെ ഇതും കൂടെ കറക്കി ഇങ്ങനെ അങ്ങ് ഇതിൻ്റെ കൂടെ ചേർത്തേക്കാം. ഇവിടെ ആയിരിക്കും നമ്മുടെ ഒരു ഫെൻസ് ഗേറ്റ് വരുന്നത്. ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഇവിടെ ഫുള്ള് ഫെൻസ് ഗേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും വെച്ചേക്കുമ്പോൾ നമ്മുടെ ഇത് കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മുടെ ഈ ഒരു ഗേറ്റും കൂടെ വെക്കുമ്പോൾ നമുക്ക് തുറന്ന് കയറാനും തുറന്ന് ഇറങ്ങാനും പറ്റും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.